നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി RRB ഗ്രൂപ്പ് ഡി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ട് ആശങ്കയുള്ളൊരു ഒരു സംഗതിയാണ്. അതിൻ്റെ ITI വേണോ അതോ 10th ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട കേസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കേസിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നതാണ്. പക്ഷേ ഇപ്പൊ ഈ കാണുന്നത് ഈ കേസിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ്. നമുക്ക് ഡൽഹി ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ആ വെബ്സൈറ്റിൽ കേസ് നമ്പർ കൊടുക്കുമ്പോൾ കേസ് നമ്പർ ഇതാണ് WP-C 2771 കേസ് നമ്പറിൽ 2025 കേസാണ്. അപ്പൊ ഈ കേസിന്റെ സ്റ്റാറ്റസ് ആണ് ഈ കിടക്കുന്നത്. ഇവിടെ 28/7/2025 ഈ കേസിന്റെ ലാസ്റ്റ് ഹിയറിംഗ്, അതായത് അടുത്ത ഹിയറിംഗ് പറഞ്ഞിരുന്നത്. ഇവിടെ സംഭവിച്ച ഇതാണ്, 26/7/2025 ഹിയറിംഗ് വെച്ചത്. ഓക്കെ, 26/7/2025 നിങ്ങൾക്കറിയാം, ഇതാണ് ആ ഒരു ഹിയറിംഗുമായി ബന്ധപ്പെട്ട വന്ന ജഡ്ജ്മെന്റ്. ഇവിടെ 28/3/2025 ഓർഡർ വന്നത്. ആ ഓർഡർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 26 ജൂലൈ 2025 എന്തുണ്ടാകുന്നത്, അടുത്ത ഹിയറിംഗ് ഉണ്ടാകും. എന്താ നോക്കിയോ, ആസ് വൺ ഓഫ് നവീൻ ചൗള ഹാസ് ടു സിറ്റ് ദ സ്പെഷ്യൽ ബെഞ്ച് ഇൻ ദ പോസ്റ്റ് ലഞ്ച് സെഷൻ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹിയർ ദിസ് മാറ്റർ ടുഡേ, റീലിസ്റ്റ് ഓൺ 26 ജൂലൈ 2025 2025 ജൂലൈ 26 എന്ത് ചെയ്തു, ഈ കേസ് റീലിസ്റ്റ് ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ നടക്കേണ്ടിയിരുന്നത് 26 ജൂലൈയിലാണ്. ഓക്കെ അല്ലേ? പക്ഷേ 26 ജൂലൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, അതൊരു ഹോളിഡേ ആണ്. ഓക്കെ, അതൊരു ഹോളിഡേ ആണ്. എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതി, ഇതൊരു കോടതിയാണ്, അല്ലെ, കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത്രയും കുട്ടികളുടെ, അതായത് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് 1.08 കോടി ആളുകളാണ്. ഇത്രയും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുമാത്രവുമല്ല, 500 രൂപ വീതം ഇതിലെ മിക്ക കുട്ടികളുടെ കയ്യിൽ നിന്നും എന്ത് വാങ്ങിയിട്ടുള്ളതാണ്, ഫീസ് വാങ്ങിയിട്ടുള്ളതാണ്. അത് മെയിൽ കാൻഡിഡേറ്റ്സിന്റെയും ജനറൽ കാൻഡിഡേറ്റ്സിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് 500 രൂപ ഫീസ് വാങ്ങിയിട്ടുമുള്ളതാണ്. ആക്ച്വലി ഇവിടെ ഇത്രയും ആളുകൾ അപ്ലൈ ചെയ്തൊരു പോസ്റ്റ്, അത്രയും ജനപ്രീതിയുള്ള ഒരു കേസിന്റെ ജഡ്ജ്മെന്റ് ആണ്. അന്നൊരു ഹോളിഡേ ആണ്. ആ ഹോളിഡേയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ഇത് ഈ പറയുന്ന 28/3/2025 ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ ഇന്നൊരു ഹോളിഡേ ആണ് എന്നുള്ളതിനെ പറ്റി പോലും ഒരു ധാരണ ഇല്ലാതെയാണോ ഒരു എന്താണ് ഈ ഒരു കേസിന്റെ അപ്ഡേഷൻ വീണ്ടും റീലിസ്റ്റ് ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോട്ടെ, അങ്ങനെ 26 ഹോളിഡേ ആയി. ദെൻ തിരിച്ച് എങ്ങോട്ട് മാറ്റി, ഈ പറയുന്ന 28/7/2025 ലാസ്റ്റ് ഡേറ്റ് എന്ന നിലയിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോഴും എന്ത് സംഭവിച്ചു, ഇവിടെ നെക്സ്റ്റ് ഡേറ്റ് എന്ന് കിടപ്പുണ്ട്, ഇവിടെ ജഡ്ജ്മെന്റ് പെൻഡിങ് എന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പം ഇന്ന് തീയതി 29. ഓക്കെ, 28 ഇന്നലെയാണ്. ഇന്നലെയായിരുന്നു എന്ത് വരേണ്ടിയിരുന്നത്, ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വരേണ്ടിയിരുന്നത്. ഇതുവരെയായിട്ടും ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. 29 ആയിട്ടും, അതായത് ഇത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ 1.08 കോടി ആളുകൾ അപ്ലൈ ചെയ്ത ഒരു പോസ്റ്റിലേക്ക് ഇപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ കിടക്കുകയാണ്. ഇതിലൂടെ സംഭവിക്കുന്ന എന്താണ്, നിങ്ങളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മാർത്ഥമായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ച് ഒരുപക്ഷെ പ്രൈവറ്റ് ജോലി രാജിവെച്ച് ഈ പഠിത്തത്തിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരാശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് വീണ്ടും ഈ ജഡ്ജ്മെന്റ് പോകുന്നത്. അപ്പൊ ഇനി എന്താണ് ഉണ്ടാകുക, ചിലപ്പോൾ ഇത് ഇനിയും കാറ്റിലേക്ക് പോകുമോ, അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് പോകുമോ എന്നൊന്നും അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കേസായിട്ട് മാറിയേക്കാം, അങ്ങോട്ട് ഇത് പോയേക്കാം, അല്ല എങ്കിൽ ചിലപ്പോൾ ഇനിയും മറ്റൊരു ബെഞ്ചിലേക്ക് ഇത് കൈമാറിയേക്കാം, എന്ത് സംഭവിക്കാം. ഓക്കെ, അതിന്റെ ജഡ്ജ്മെന്റ് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, കുട്ടികളോടായിട്ട് പറയാനുള്ളത്, ഈ ജഡ്ജ്മെന്റുകളുമായി ബന്ധപ്പെട്ട സങ്കീർണതകളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. ഈ എക്സാമിനേഷൻ നടക്കാനാണ് ഉറപ്പായിട്ടും സാധ്യത. എക്സാം എന്ത് ചെയ്യില്ല, അത് ക്യാൻസൽ ചെയ്യുന്നതിലേക്ക് ഒരിക്കലും കോടതിക്ക് പോകാൻ കഴിയില്ല. അതിന്റെ കാരണം ഇതാണ്, 1.08 കോടി ആളുകൾ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇവരുടെ കയ്യിൽ നിന്നൊക്കെ 500 രൂപ ഫീസ് വാങ്ങിയിട്ടുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എക്സാമിനേഷൻ ഇവർക്ക് നടത്തേണ്ടതുണ്ട്. അപ്പൊ നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി പ്രകാരം ഇവർ എക്സാമിനേഷൻ നടത്തുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും ഇതെന്ത് ചെയ്യത്തില്ല, ക്യാൻസൽ ചെയ്യാൻ സാധ്യതയില്ല. പിന്നീട് എന്താ ചെയ്യുക, ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ വേറൊരു നോട്ടിഫിക്കേഷൻ ഇട്ട് ITIക്കാർക്ക് മാത്രമായിട്ടൊക്കെ എക്സാമിനേഷൻ നടത്തിയേക്കാം. അതൊക്കെ ജഡ്ജ്മെന്റിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരല്ല. പക്ഷെ എന്താണ്,
ഈ ഒരു സംഭവത്തിൽ എക്സാമിനേഷൻ മുന്നോട്ട് പോകാനാണ് സാധ്യത. കാരണം ഇങ്ങനെയാണ് നിലവിലത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പെൻഡിങ് സ്റ്റാറ്റസ് ആണ് ഇപ്പോഴും നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റുക. മാറ്റമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മൾ ഇത് ചാനലിലൂടെ ഇതിൽ എന്താണ് ഓർഡർ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയും. ഇനി ഇതിന് മുമ്പത്തെ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ, ഇതിന് മുമ്പായിട്ട് വന്ന ഒരു ജഡ്ജ്മെന്റ്, ഇത് മാർച്ച് മാസത്തിൽ വന്ന ഒരു ജഡ്ജ്മെന്റ് ആണ്. 2025 മാർച്ച് മാസം തുടക്കത്തിൽ വന്നൊരു ജഡ്ജ്മെന്റ് ആണ്. ഈ തുടക്കത്തിൽ വന്ന ജഡ്ജ്മെന്റിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഈ 9ാമത്തെ സംഗതി നോക്കിയാൽ മനസ്സിലാകും. മിസ്റ്റർ സിൻഹ ലേൺഡ് കൗൺസിൽ ഫോർ ദ റെസ്പോണ്ടൻസ് സബ്മിറ്റ്സ് that no recruitment would take place till the next date of hearing. അതായത് വരാൻ പോകുന്ന ഹിയറിംഗ്, അതെന്താണോ ആ ഹിയറിംഗ് കഴിഞ്ഞു, ഇത് നേരത്തേതാണ്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നോ റിക്രൂട്ട്മെന്റ് അതുവരെ എന്ത് ചെയ്യാൻ പാടില്ല, നടത്താൻ പാടില്ല, അതുവരെ എന്ത് ചെയ്യണം, അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീടുള്ള ജഡ്ജ്മെന്റുകളിലൊന്നും ഇത് കാണാനായിട്ട് പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ഇനി മുന്നോട്ട് എന്താണ്, ഈ എക്സാമിനേഷൻ നടക്കാം. അപ്പൊ എക്സാമിനേഷൻ എന്ന് നടക്കാമെന്നൊരു സംശയം വരും. ആ എക്സാമിനേഷൻ നമുക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സെപ്റ്റംബറിലേക്കാണ് എക്സാമിനേഷൻ നടക്കാനായിട്ട് സാധ്യത എന്ന്. അന്ന് ഒരുപാട് കുട്ടികൾ അതിനെ വിമർശിച്ചു. കാരണം ഒതന്റിക്കേറ്റഡ് ഡേറ്റയല്ല. നമുക്ക് ഒതന്റിക്കേറ്റഡ് ഡേറ്റ ഒന്നും വേണ്ട, കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാകുന്നല്ലേ, ഓഗസ്റ്റ് മാസമാകുന്നു. അപ്പം ഇനി നടക്കാനുള്ള സാധ്യത സെപ്റ്റംബർ ലാസ്റ്റോ ഒക്ടോബറിലേക്കോ ഈ എക്സാം എന്ത് ചെയ്യാം, നീളാം. അപ്പൊ അത്രയും സമയം കൂടി നമ്മുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടി കിട്ടുകയാണ് എന്ന് വേണം നിങ്ങൾ വിചാരിക്കാൻ. ഓക്കെ, അത്രയും സമയം കൂടി നമ്മുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടി കിട്ടുകയാണ്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ എക്സാമിനേഷൻ നടക്കുമോ, റദ്ദാക്കുമോ, ഞാൻ പഠിക്കുന്നതൊക്കെ വേസ്റ്റ് അല്ലേ എന്ന് വിചാരിക്കാതെ കുറച്ച് സമയം കൂടി നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രിപ്പറേഷൻ മോഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടി സമയം എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുമെന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം ഈ എക്സാമിനേഷന്റെ പാറ്റേൺ എന്താണെന്നുള്ളത്. ജനറൽ സയൻസ് ആണെങ്കിൽ 25 ചോദ്യങ്ങളുണ്ട്, 25 മാർക്കുണ്ട്. അതായത് ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്ന നിലയിലാണ് ലഭിക്കുക. ദെൻ മാത്സിലേക്ക് വന്നാലോ, മാത്സ് 25 ചോദ്യങ്ങൾ, 25 മാർക്കാണ്. ദെൻ റീസണിങ്ങിലേക്ക് വരുമ്പോഴാണ് അവിടെ 30 ചോദ്യങ്ങൾ ചോദിക്കാം, 30 മാർക്കും ഉണ്ടായിരിക്കും. ഒരു ചോദ്യത്തിൽ 1 മാർക്ക് എന്ന നിലയിൽ തന്നെ. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ വന്നാൽ 20 ചോദ്യങ്ങൾ, 20 മാർക്ക്. ഇവിടെ ഈ പറയുന്ന ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ കറണ്ട് അഫയറിനും അതേപോലെ തന്നെ സ്റ്റാറ്റിക് ജി കെയ്ക്കും നല്ല പ്രപ്പോർഷൻ ഉണ്ടായിരിക്കും കേട്ടോ. കറണ്ട് അഫയറിനും സ്റ്റാറ്റിക് ജി കെയ്ക്കും നല്ല പ്രപ്പോർഷൻ ഉണ്ടായിരിക്കും. സ്റ്റാറ്റിക് ജി കെ ഞാൻ പറയുന്നത് 2025 ബേസ് ചെയ്ത് എന്തോളുക, പഠിച്ചോളുക കേട്ടോ. 2025 ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചോളുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ടുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ പഠനം അത് അടിപൊളിയാക്കി മുന്നോട്ടുണ്ടോ. ഈ സമയത്ത് നിങ്ങൾ മറ്റ് പ്രശ്നങ്ങളുടെ പുറകെ പോകണ്ട. പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ പഠനത്തെ അത് ബാധിക്കും. ഒരു പക്ഷേ എക്സാമിനേഷൻ ഇങ്ങ് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ വെറുതെ ആശങ്കപ്പെട്ട് കാട് കയറി ചിന്തിച്ച് വെറുതെ എന്ത് ചെയ്തു, നമ്മുടെ സമയം വേസ്റ്റ് ആക്കി എക്സാമിനേഷൻ സമയത്ത് നടക്കും. ഈ ഒരു അപകടം ഇതിലുണ്ട്. ആ അപകടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടുപോകരുത്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ ഇവിടെ എക്സാമിനേഷൻ ഡേറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ 2025 എക്സ്പെക്ട് ചെയ്യാം. നിലവിൽ 32,438 വേക്കൻസികളാണുള്ളത്. ഇവിടെ കാൻഡിഡേറ്റ്സ് എത്ര പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നോക്കിയേ, 1,08,22,423 പേരാണ്. ഓക്കെ, 1,08,22,423. ഒരിക്കലും ഇത്രയും പേരെ വെച്ചോണ്ടൊന്നും ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അപ്പൊ ഇത്രയും കാൻഡിഡേറ്റ്സിനോട് നിങ്ങൾ മത്സരിക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഒരു കാറ്റഗറി നോക്കിയാൽ നമ്മുടെ ചെന്നൈ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 300 പേരിൽ താഴെ മാത്രമേ കോമ്പറ്റീഷൻ ഉള്ളൂ അല്ലേ. 300 പേരിലും താഴെ ഏതാണ്ട് 150ഓളം പേര് മാത്രമേ യഥാർത്ഥത്തിൽ പഠിച്ച് പരീക്ഷ എഴുതുള്ളൂ. അപ്പൊ അത്രയും പേര് മാത്രമേ ഒരു പോസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യുള്ളൂ, കോമ്പീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങളുടെ സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ആശങ്കപ്പെട്ട് നിൽക്കുന്നവർ ബാക്കിലേക്ക് പോകും. ഈ സമയത്ത് സസ്റ്റെയിൻ ചെയ്യുന്നവർ, ഈ സമയത്ത് പഠിക്കുന്നവർ എന്ത് ചെയ്യും, മുന്നോട്ട് കയറി പോകുന്നുള്ളതിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കോലാഹലങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകണമെന്നുണ്ട് എങ്കിൽ നമുക്ക് ഒരു കോഴ്സ് RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത ഇതാണ്. നിങ്ങൾക്ക് ഏതാണ്ട് 200-ൽ അധികം അല്ലെങ്കിൽ 200+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ റെക്കോർഡഡ് സെഷൻസിന്റെ പ്രത്യേകത എന്താണ്? റെക്കോർഡഡ് സെഷൻസിന്റെ പ്രത്യേകത ഇതാണ് മക്കളെ. അതായത് നിങ്ങളിൽ ഒരുപക്ഷെ ഒരു 40% സ്റ്റുഡൻസ് മാത്രമേ ലൈവ് സെഷൻസ് വെച്ചാൽ അതിൽ കയറുള്ളൂ. കാരണം നിങ്ങളിൽ പലരും ജോലി ചെയ്യുന്നവരായിരിക്കും, നിങ്ങളിൽ പലരും വീട്ടമ്മമാരായിരിക്കും, കുറെ അധികം പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് ബാക്കിയുള്ള 60% പേരും ഇതിന്റെ റെക്കോർഡഡ് സെഷൻ ആയിരിക്കും കാണുക. ഈ റെക്കോർഡഡ് സെഷൻ കാണുന്നവർ ലൈവിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും, എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യണം, കേൾക്കണം, അതിലൂടെ ഒക്കെ പോകണം. അങ്ങനെ അവിടെ ടൈം വേസ്റ്റ് ആകുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അല്ലെ. ടൈം വേസ്റ്റ് ആകുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെക്കോർഡഡ് സെഷനിലൂടെ കഴിയും. പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ്, ഇപ്പോൾ 1 മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ 1 മണിക്കൂർ പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. അല്ലാതെ വെറുതെ അനാവശ്യ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തില്ല, അവിടെ വരത്തില്ല. ദെൻ GKയുടെ മൈക്രോ നോട്ട്സ് ഉണ്ടാവും. അതായത് GK
20 മാർക്കാണ്. പക്ഷേ 20 മാർക്കിന്റെ GK നമ്മളെ ഒരുപാട് കുഴപ്പിക്കും, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി GK പോർഷൻസിൽ നിന്ന് കൃത്യമായിട്ടുള്ള മൈക്രോ നോട്ട്സ് കിട്ടും. അവിടെ റിവിഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതേപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, PYQ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. ഒരു മെന്റർഷിപ്പ് സെഷൻ ഉണ്ടായിരിക്കും എല്ലാ മൺഡേയിലും, എല്ലാ ആഴ്ചയുടെയും ആദ്യത്തെ മൺഡേയിൽ നിങ്ങൾക്ക് നമ്മുടെ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ആ മെന്റർഷിപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ മുന്നോട്ട് കയറി വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൺഡേയിലെ മെന്റർ സെഷൻ വീക്ക്ലി ഉണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും. ആ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. അവിടെ നിങ്ങൾക്കൊരു മെന്ററും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ മോട്ടിവേഷൻ സെഷൻ അമൽ സാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് ഈ ഒരു ബാച്ച്. ഇവിടെ മാത്സ് പഠിപ്പിക്കാനായിട്ട് വിഷ്ണു സാറുണ്ട്, ദെൻ അതേപോലെ ശരത് സാറുണ്ട്, ദെൻ അരൂപ് സാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് ഞാൻ എടുക്കുന്നുണ്ട്, ദെൻ ഷഫീഖ് സാർ ബയോളജി എടുക്കുന്നുണ്ട്, അമൽ സാർ ജോഗ്രഫി എടുക്കുന്നുണ്ട്, കറണ്ട് അഫെയറും മറ്റു കാര്യങ്ങളും അതേപോലെയുള്ള സ്ട്രാറ്റജിക് പോർഷൻസ് ഒക്കെ കാർത്തിക മിസ് എടുക്കുന്നുണ്ട്. ദെൻ അമൽ സാർ ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദെൻ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും ഇത്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മക്കളെ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ ഇവിടെ എഴുതി കാണിച്ചു തരാം. 8281223366 ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ ഇതല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ബാച്ചുമായി ബന്ധപ്പെട്ടതല്ല, നിങ്ങൾക്ക് മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങളും ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ചോദിക്കാം. അവർ നിങ്ങളെ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഈ സൗകര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എത്രയും വേഗം നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. വെറുതെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചിരിക്കേണ്ട. ചിട്ടയോടുകൂടി അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. അപ്പോൾ കേസിന്റെ അപ്ഡേറ്റ് ഇതാണ്. നിങ്ങൾ ഇനിയും കേസിന്റെ അപ്ഡേറ്റ് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് വന്നാൽ അതും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.